Hi friends, Veettile Ruchikal പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഹൈലൈറ്റ് DK ഫുഡ്സിന്റെ ഡ്രൈഡ് പ്രോൺസ് ആണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ആമസോണിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ചെമ്മീൻ്റെ തലയും വാലും കളഞ്ഞ് നല്ല ക്രിസ്പി ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്ത ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ക്വാളിറ്റിയും അറിയാൻ പറ്റും. ഇനി ഒരു ബൗൾ എടുക്കാം. അതിൽ കുറച്ച് വെള്ളവും ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലോട്ട് 2 പിടി ചെമ്മീനാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതും ചേർത്ത് ചെറുതായിട്ടൊന്ന് തിരുമ്മി അതിൽ ആ ഒരു ഉപ്പ് പിടിക്കുന്ന സമയം മാത്രം നേരെ അതിനെ എടുത്ത് നമുക്ക് ചൂടുള്ള പാനിലോട്ട് മാറ്റാം. പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 1-2 മിനിറ്റ് മതി നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. ചെമ്മീൻ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പുവെള്ളത്തിൽ നമ്മൾ ആദ്യമേ വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. കുറവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിനുള്ള എരിവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ച മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും എരിവും കറക്റ്റായിട്ട് വരും. ഉണക്ക ചെമ്മീൻ ഫ്രൈ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. എല്ലാവർക്കും അറിയാം, കഞ്ഞിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഉണക്ക ചെമ്മീൻ ഫ്രൈ. വളരെ സിമ്പിളായിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയും മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചധികം ദിവസം പുറത്ത് സൂക്ഷിക്കാനും പറ്റും. ഇനി നമുക്കൊരു അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് 1 കപ്പ് ഉണക്കച്ചെമ്മീൻ, 1 കപ്പ് ചിരവിയ തേങ്ങ, ആവശ്യത്തിനുള്ള പുളി, ഉള്ളി, ഇഞ്ചി, വറ്റൽമുളക്, ഉപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായി ഉണക്കച്ചെമ്മീനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് നേരെ ചൂടായിട്ടുള്ള പാനിലോട്ട് ഇട്ട് കൊടുക്കാം. 3-4 മിനിറ്റ് നമുക്കിതിനിങ്ങനെ ഫ്രൈ ചെയ്യാം. ആ സമയത്ത് അത് ഡ്രൈ ആകുകയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും. ഇനി നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകിനെയും പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വറ്റൽമുളക് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, 1 കഷ്ണം പുളി, ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതിലോട്ട് ചിരവിയ തേങ്ങയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ തേങ്ങയും മുളകും ഉള്ളിയും ഇഞ്ചിയും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ച് ചെറുതായിട്ടൊന്നും കൂടി നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടുള്ള ഒരു ഫോമിലാണ് ഞാനിതിനെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എരിവും പുളിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർന്ന ഈ അടിപൊളി ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. ഉണക്കച്ചെമ്മീനെ ഓവനിൽ വെച്ച് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ഉണക്കച്ചെമ്മീൻ നമ്മൾ നേരത്തെ വാഷ് ചെയ്ത പോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി വേഗം തന്നെ ഓവനിൽ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പാത്രത്തിൽ ഒന്നിനു മുകളിൽ വരാത്ത രീതിയിൽ നന്നായിട്ട് നിരത്തി വെക്കാം. ഇനി ആ പാത്രത്തിനെ ഓവനിലോട്ട് എടുത്ത് വെച്ച് നമുക്കതിനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹീറ്റ് 900 വോൾട്ടിൽ 3 മിനിറ്റാണ് സെറ്റ് ചെയ്യാൻ. 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് അത് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുവാണ്. വീണ്ടും 3 മിനിറ്റ് സെറ്റ് ചെയ്ത് നമുക്കൊന്നും കൂടി അതിനെ ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. നല്ല ക്രിസ്പി ഫോമിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി അതിനാവശ്യത്തിനുള്ള എരിവും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് ചതച്ച മുളകുമാണ് നമ്മൾ ഇതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് വെള്ളത്തിൽ ആദ്യമേ തന്നെ വാഷ് ചെയ്തുകൊണ്ട് നമ്മളിതിന് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഓവനിൽ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. കമൻറ്റുകൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്